സാറേ, ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ തലവനാണ്. വളരെ നന്നായി. കാര്യം അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അത് ഇറാനിൽ വെച്ചാണ്. എപ്പോഴായിരുന്നു? ഇറാനിൽ എപ്പോഴായിരുന്നു? ഈ നമ്മുടെ ഒരു ഇന്ന് വെളുപ്പിനൊക്കെ ആയിട്ടുള്ള സമയം. ഞാൻ തിരക്കിലായതുകൊണ്ട് രാവിലത്തെ ന്യൂസ് കണ്ടില്ല. പക്ഷേ സംഭവിക്കുന്നതായിരുന്നു. ഇറാനിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്യാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തി. അത് അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണല്ലോ. ആയത്തുള്ള ഖുമൈനിയായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇദ്ദേഹം താമസിച്ചിരുന്ന ഇടത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ വധിക്കുന്നത്. ആരാണെന്നുള്ളത് ഞങ്ങളാണ് കൊന്നതെന്ന് ആരും പറയുന്നില്ല. വധിച്ചത് ഞങ്ങളാണെന്ന് ആരും ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് പൂച്ചയാണെന്ന് പിന്നെ എത്ര വിടാൻ ചാവില്ല എന്നൊക്കെയാണ് ഇവിടെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇറാനിൽ തന്നെ ഒരു മനുഷ്യൻ മരിക്കുന്നത് സത്യം ദുഃഖകരമാണ്. ജീവിതകാലം മരിക്കുന്നത് ദുഃഖകരമാണ്. പക്ഷെ ചില ആളുകൾ മരിക്കുമ്പോൾ അത് ലോകത്ത് ഒത്തിരി സമാധാനം കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും പലസ്തീന പാവങ്ങളുടെ സ്ഥിതി എന്താണ്? പലസ്തീന പാവങ്ങൾ ഇസ്രായേൽ കാണിക്കുന്ന തോന്നിയാസം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരെ ഒരു മനുഷ്യാവകാശമല്ല, അവരെ രാജ്യത്തിലും പെടുത്തുകയില്ല, രണ്ടാമത്തെ രാജ്യമായിട്ട് സമ്മതിക്കില്ല. അതൊക്കെ ആ രീതിയിൽ കയ്യൂക്കുള്ളവർ എന്ത് ഒത്തിരി കാണിക്കുന്നത് ശരിയായ കാര്യമൊന്നുമല്ല. ഏതെങ്കിലും രീതിയിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാകണം ആ വിഷയത്തിൽ. ഒന്നുകിൽ അവർക്ക് രാജ്യപദവി കൊടുക്കണം, അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അറബികൾ വരുമ്പോൾ ജൂതന്മാർ ന്യൂനപക്ഷമായി മാറും. അത് ചെയ്യണം. പക്ഷെ ഇവനെന്താ ചെയ്യുന്നത്? ഈ ഹമാസ് എന്താ ചെയ്യുന്നത്? അവിടെയുള്ള സമാധാന പ്രക്രിയകൾ ഓരോന്നും ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന ഓരോ ഘട്ടത്തും തുരങ്കം വെക്കുകയും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അങ്ങയുടെ താല്പര്യത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെയുള്ള പാവങ്ങളെ ബലി കൊടുക്കുകയും ചെയ്യുന്ന ഈ നാളെയൊക്കെയാണ്. അങ്ങനെയുള്ളതും ചാവുന്നത് നല്ലതല്ലേ? അസുരന്മാരുടെ നിഗ്രഹം നല്ലതല്ലേ? അത് മാത്രമല്ല, ഇദ്ദേഹം താമസിക്കുന്നത് പലസ്തീനിലും അല്ല. അതാ പറഞ്ഞു, ഇവന്മാരുടെയൊക്കെ ഇദ്ദേഹം ഖത്തറിലാണ്. ഇവന്മാരൊക്കെ ഖത്തറിൽ താമസിക്കും. മക്കളൊക്കെ പുറത്തുള്ള വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയും ചെയ്യും. ദാവൂദ് ഇബ്രാഹിമിൻ്റെ മോള് പഠിച്ചത് ഓക്സ്ഫോർഡിനെ മറ്റാണ്, അറിയോ? അപ്പം എന്നിട്ട് ഈ പാവങ്ങളെ മക്കളെ അവർ വലിയ കൊടുക്കുന്നു. ഈ പാവങ്ങളെ മക്കളെ മുഖം കാണിച്ചുകൊണ്ട് നമ്മളെയൊക്കെ വികാരം ഇളക്കി വിടും. ഇതല്ലേ പ്രശ്നം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണ്ടേ? നിങ്ങൾ എന്താണ്, ഇസ്രായേൽ എന്താണ് മനസ്സിലാക്കണം. എന്താണ് അവരുടെ ഉദ്ദേശം? നെതന്യാഹു നിങ്ങളെ ഞാനൊന്ന് ലൂസായി തരാം, നിങ്ങളൊന്ന് അടിച്ചോന്ന് എന്താണ് അയാളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് അതിന് കൊണ്ടുവച്ച് തലവെച്ച് കൊടുത്തിട്ട് 10,000 പാവങ്ങൾ അവിടെ കൊന്നു. പാവങ്ങളെ കൊന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളെയാണ് ഭൂരിപക്ഷത്തെ അവിടെ കൊന്നിരിക്കുന്നത്, ഈ ബോർഡറിലൊക്കെ താമസിക്കുന്നത്. അവരൊക്കെ ഇപ്പോൾ ആൻറ്റി പലസ്തീനായി മാറി. അതായിരുന്നു നെതന്യാഹുവിന് വേണ്ടിയിരുന്നത്. അത് ദേശീയ താല്പര്യം അനിക്കപ്പെടുന്നു. രണ്ട്, നിങ്ങളുടെ കുടുംബത്തേക്ക് ഒരു അക്രമം നടത്തുന്നു. അപ്പം നിങ്ങളെ ശത്രുക്കൾ എന്താണ് ഇവരെ പറ്റി പറഞ്ഞത് അതൊക്കെ ശരിയാന്ന് വരുന്നു. അപ്പോൾ ഈ അവിടെയുള്ള ഇടതുപക്ഷക്കാരൊന്നും വോയിസ് ഇല്ലാതായി. ഇതല്ലേ സംഭവം? ഇതിന് കാരണക്കാരൻ ഈ ഹനിയ. ഇവനൊക്കെ എന്ന് വെച്ചാൽ ഇവനൊക്കെ ഒറ്റുകാരനാണ്, ഒരു ജനത്തിൻ്റെ ഒരു കോസിൻ്റെ ഒറ്റുകാരനാണ്. അവനെയാണ് ഇവിടെ പലരും ആഘോഷിക്കുന്നത്. പറ്റെങ്കിലും ഇവിടെ ചെറിയൊരു ഹമാസ് ഉണ്ടാക്കാനാണ് ഇവന്മാരൊക്കെ ഉദ്ദേശം എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആർഎസ്എസ്കാരനെ പേടിച്ചിട്ട് ഇവിടെ ക്രിസ്ത്യൻ സഭകളെ പേടിച്ചിട്ട് ഓപ്പണായി പറയുന്നില്ല. നിങ്ങൾ കിട്ടുന്ന സമയത്ത് തട്ടി പോകും. ഇത് 2017 മെയ് മാസത്തിലാണ് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പം അന്നു മുതൽ നിരന്തരം ഇസ്രായേലുമായിട്ട് അദ്ദേഹം തുറന്ന പോരിലാണ്. ഇപ്പം ലോകത്ത് ഈ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇപ്പം നെതന്യാഹുവിൻ്റെ രഹസ്യ സുഹൃത്തായിരിക്കും. നെതന്യാഹുവിനെ അങ്ങനൊന്നുമില്ല. മൂപ്പര് എല്ലാവരും ഈ ചാരന്മാരല്ലേ, ബേസിക്കലി മിലിറ്ററി പേഴ്സണൽസ് അല്ലേ. അവരാരും ഒരു ബന്ധം സ്ഥാപിക്കും, അവരുടെ കാര്യം കഴിയുമ്പോൾ തട്ടിക്കളയും. അത്രയേ ഉള്ളൂ. തട്ടിയത് പിന്നെ ഇസ്രായേൽ മോശമല്ലാതാര്. പിന്നെ അവിടെ പരിപാടിക്ക് ചൈനയായിട്ട് ബന്ധമൊക്കെ ഉണ്ടാക്കി വലിയ സംഭവം. ചൈന ഇപ്പോൾ ചൈന ചെയ്യുമെന്നൊക്കെ പറഞ്ഞെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇറാനിലൊക്കെ പോയി നമ്മൾ വലിയ ആളാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വേണ്ടി കാണിക്കാനുള്ള പരിപാടിയാണ്. ആ സമയത്ത് അവിടെ വെച്ച് ഇറാനിൽ വെച്ച് അവിടെ ഒരു മെസ്സേജ് ഉണ്ട്. ഇറാനുള്ള മെസ്സേജാണ്, ലോകത്തിനുള്ള മെസ്സേജാണ്, ഞങ്ങളിതൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം. പിന്നെ ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇവനെന്താ പൂച്ചേൻ്റെ ജന്മമാണെന്നോ എങ്ങനെ വീണാലും ചാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണല്ലോ. അപ്പം എന്തായി? കേരളത്തിൽ ഒരുപാട് പേർക്ക് ദുഃഖം ഉണ്ടാകത്തില്ലേ? അല്ല, ഒരുപാട് പേർക്ക് ഈ ആളുകൾക്ക് അറിയില്ല എന്താ ഇത് മുസ്ലിം പേര് കേട്ടുകൊണ്ടുള്ള ദുഃഖമാണ്. ഇപ്പം ഒരു മുസ്ലിം പേര് കേട്ടാൽ നമ്മുടെ ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് ദുഃഖം. ഇവൻ ആരാന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ ഇസ്ലാം ആണെങ്കിൽ പോലും ഇവനൊക്കെ ബേസിക്കലി പ്രവാചകനെ കൊല്ലാൻ നടന്ന ആളുകളുടെ പരമ്പരപ്പെട്ടവനാണ്. ആര്? ആ മനസ്സിലുള്ളവനാന്ന്. മുഹമ്മദ് നബി ഇപ്പം ജീവിച്ചെങ്കിൽ ഇവനായി ഏറ്റവും വലിയൊരു വില്ലേ. പ്രവാചകനെ ആദ്യം ഇസ്ലാം ഉണ്ടാക്കിയ സമയത്ത്
അദ്ദേഹം പ്രബോധനം തുടങ്ങിയ അദ്ദേഹം അടിച്ചൊടിച്ചല്ലേ സ്വന്തം ഗോത്രത്തിൽ നിന്ന് ഖുറൈശികൾ. പിന്നെ അദ്ദേഹം വലിയ വിജയങ്ങളൊക്കെ നേടി തിരിച്ചു വന്നപ്പോൾ ഓരോരുത്തരായിട്ട് തിരിച്ചു വരികയായിരുന്നു. പ്രവാചകനെ കൊണ്ട് കാരുണ്യമാണെന്ന് പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്, ഈ പറയുന്ന അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നടന്ന, അദ്ദേഹത്തെ പല അനുയായികളെയും ഭീകരമായി കൊന്ന ആളുകൾ ഓരോരുത്തരോട് അദ്ദേഹത്തിന് ക്ഷമിക്കുകയാണ്. അക്കാലത്ത് അറബികളുടെ പറഞ്ഞ കാര്യമല്ലേ ക്ഷമിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പ്രവാചകനൊക്കെ ക്ഷമിച്ചു. അതുകൊണ്ടാണ് നിങ്ങളീ പറയുന്നത് ഏതോ ഒരുത്തൻ എന്തോ ഒരു കല്യാണം കഴിച്ച കാര്യം വന്ന് പ്രവാചകനെ നിന്ദിക്കാൻ നടക്കാറുണ്ടല്ലോ. ഇവന്മാർക്ക് വലുത് അറിഞ്ഞില്ല. ആ കാലഘട്ടത്തിൽ മിക്ക സമൂഹങ്ങളിലും ഈ പറയുന്നതിൻ്റെ അതിരി 60 വയസ്സുള്ള ആളുകൾ 9 വയസ്സ് കഴിയുമ്പോൾ ഒക്കെ കല്യാണം കഴിക്കും. മഹാത്മാജി ഇത്ര വയസ്സിൽ കല്യാണം കഴിച്ചത്. നമ്മളെ നരേന്ദ്രമോദി എന്തിനാണ് വീട്ടിൽ നിന്ന് ഓടിപ്പോയത്? ഉപരെ പിടിച്ചിട്ട് 13 വയസ്സ് മറ്റേ കെട്ടിക്കാൻ നോക്കിയില്ല, 17 വയസ്സ് മറ്റേ കെട്ടിക്കാൻ നോക്കിയിട്ടാണ്. അപ്പം അത് ബാലവിവാഹ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അതോ ഓരോ സൊസൈറ്റിയെ പഠിക്കുക, ആ സൊസൈറ്റിയുടെ രീതി അനുസരിച്ച് പഠിക്കണം. പിന്നെ വേറെ ഓരോ മതത്തിൻ്റെയും ഓൾഡ് ടെസ്റ്റ്മെന്റ് ഞാൻ ഓരോന്ന് എടുത്ത് പറയാം. ഇതിലും ഭീകരമായ സംഭവങ്ങൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഓരോരുത്തന്മാർ ഈ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പ്രവാചകനെ പറ്റി നല്ലത് പറയുമ്പോൾ ഈ 11 വയസ്സുള്ളവരെ കെട്ടിയെന്നൊക്കെ പറഞ്ഞ സംഭവം വരും. അത് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്. ആ സമൂഹത്തിന് ഭയങ്കര ക്രൂരതയൊക്കെ ഉണ്ടായ സൊസൈറ്റിയാണ്. അവിടെയാണ് പ്രവാചകൻ ഈ പറയുന്ന ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയൊക്കെ ഒരുപാട് നല്ല മാതൃകകൾ കാണിച്ചത്. ഇവരിപ്പോൾ പ്രവാചകൻ്റെ ആളെന്ന് പറയുന്ന നടക്കുന്ന ആളുകൾ പ്രവാചകൻ കാരുണ്യവാനെന്നൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ കാണിക്കുന്നത് അങ്ങേയറ്റം പ്രവാചകൻ്റെ ശത്രുക്കൾ ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പം ഇസ്രായേൽ പെമ്പിള്ളേരുടെ അവരെന്താ കാണിച്ചത്? ഇത് പ്രവാചകൻ കാണിക്കുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ വ്യത്യാസം. ഈ പറയുന്ന ഇസ്ലാമിൽ ഇവരെ പേര് കേൾക്കുമ്പോൾ പല ആളുകൾക്കും വിഷമം തോന്നുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടാണ്. ഇവരെല്ലാം നമ്മുടെ ഉമ്മത്തിൻ്റെ ഭാഗം. ഇവരൊന്നും നമ്മുടെ ഉമ്മത്തിൻ്റെ ഭാഗമൊന്നുമല്ല. പ്രവാചകനെ പോലെ കാരുണ്യവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനും ആയ ആളുകളെ നമ്മുടെ ഉമ്മത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നുള്ളൂ. അല്ലാതെ പ്രവാചകൻ്റെ ശത്രു പിന്നെ മുസ്ലിം പിന്നെ അവർ കലിമ എഴുതിയിട്ടുണ്ടാകും മുസ്ലിം കുടുംബത്തിലേക്ക് ജനിച്ചത്. ഒരു പ്രവാചകനെ പാരമ്പര്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രവാചകനെ ഈ പറയുന്നതിൻ്റെ ഇമാതിരി യുദ്ധത്തിലൊന്നും ഇമാതിരി വൃത്തികേട് കാണിച്ചിട്ടുള്ള ആളുമല്ല. ഇവന്മാർ കാണിക്കുന്ന പോലെ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ട് യുദ്ധത്തിൽ അദ്ദേഹം ഭരണാധികാരി കൂടിയായിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഹെഡും മതത്തിൻ്റെ ആത്മീയ ആചാര്യനും ആയിരുന്നു അദ്ദേഹം. ആ രീതിയിൽ പ്രവാചകൻ അല്ലാണ്ട് പോപ്പിനെ പോലെ ആത്മീയ ആചാര്യം മാത്രമായിരുന്നില്ല. ഇത് ആത്മീയ ആചാരം മാത്രമേ പോപ്പത്ര യുദ്ധം ചെയ്തിട്ടുണ്ട്, കൃഷി യുദ്ധങ്ങൾ ഉൾപ്പെടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം അതാണ് പോപ്പ്. അപ്പം അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് എന്നുള്ള പേരുള്ളതുകൊണ്ട് മാത്രം പിൽക്കാലത്ത് ഇപ്പം ജീവിക്കുന്ന ഒരുത്തൻ എന്താണ് ഇസ്ലാമാണെന്നില്ല. അവൻ കലിമ ചൊല്ലിയിട്ടുണ്ടാവും, പക്ഷെ അവൻ ഇസ്ലാമല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാകും. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, 30,000 പാവങ്ങളാണ് 1000 ഇസ്രായേലികൾക്ക് പകരം ജീവൻ കൊടുക്കേണ്ടി വന്നത്. വീട് വിട്ടോടിപ്പോയി അതിലെത്രയോ വരും, ലക്ഷങ്ങൾ വരും, പരിക്ക് പറ്റി വരും. ഇതിനൊക്കെ കാരണക്കാരാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ ഹനിയാണ്. എങ്ങനെ വീണാൽ 5 കാലിലെ പറയുന്നത് ഇങ്ങനെ യഥാർത്ഥ മുസ്ലിം അല്ല, യഥാർത്ഥ മുസ്ലിം അല്ല, മുസ്ലിമായി കണക്ക് കൂട്ടാൻ പറ്റില്ല. ഈ ഉമ്മത്തിനെ ഒറ്റ കൊടുക്കുന്നവനാണ്. യഥാർത്ഥ യാതനകളും വ്യഥകളും ഈ ഉമ്മത്തിന് വേണ്ടി കൊണ്ടുവരിക. കാരണം അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ പറയുന്ന പ്രശ്നത്തിലേക്ക് നയിച്ചാൽ അവിടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഈ പറയുന്ന തുർക്കി ഖലീഫമാർക്കെതിരെ പോരാട്ടം നയിച്ചാരാ? ഇപ്പോൾ ഉള്ളത് സൗദി റോയൽ ഫാമിലിയാണ്. അതാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്നുള്ള സിനിമയിൽ ആ കഥ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നടന്ന സംഭവമാണ്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി അവരാണ് ഇവരുടെ കൺട്രോൾ ഒഴിവാക്കിയത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? അവസാനം ഈ ജൂതന്മാർ അവിടെ ഭൂമി മേടിച്ചു. ഭൂമി വിറ്റതാരാ? അറബികളാണ്. ജൂതന്മാർ അവിടെ നന്നായി കൃഷിയൊക്കെ ചെയ്ത് ഈ തരിശ് ഭൂമിയിലൊക്കെ നന്നായി വിളവുണ്ടാക്കിയ സമയത്ത് ഇവർക്ക് അസൂയായി. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ എന്താണ്? അവിടെ 2ാം ലോക യുദ്ധം നടന്നത് യൂതന്മാർ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അവിടെ രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ഏതാണ്ട് 60-40 എന്ന രീതിയിലൊരു സംഭവം വന്നു. ഒരു UN ഒരു നിർദ്ദേശം വെച്ചു. ഇത് അംഗീകരിച്ചില്ല. ഇപ്പം 20% വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. അന്ന് അത് കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാം. പ്രവാചകൻ്റെ ആളുകൾക്ക് ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള ബുദ്ധിയുണ്ട്. അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഇസ്രായേലുകാരെന്ന് വെച്ചാൽ അവർ അത്രയും കാലം മുസ്ലിങ്ങളൊന്നല്ല, അവർ അടിച്ചൊടിച്ച റോമക്കാരൊക്കെയാണ്. ആ റോമക്കാർ പിന്നെ ഏത് മതത്തിലാണ് പോയെന്നൊക്കെ നമുക്കറിയാം. ഞാൻ അതിൽ പറഞ്ഞാൽ ഇറങ്ങിയതാവും, അങ്ങോട്ട് ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് അവരെ അടിച്ചവരൊക്കെയാണ്. പിന്നെ നബുക്കദ്നേസർ എന്ന് പറഞ്ഞ ആളാണ് ഒരു രാജാവുണ്ട്. പിന്നെ ഈ സീസർ അവരെ രക്ഷപ്പെടുത്തി ഇറാനിലെ സെർസസ് ആണ് കുറച്ചു കാലം ബാബിലോണിയക്കാരിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. അത് റോമക്കാരാണ് അവരെ ഭീകരമായി കൊന്നൊടുക്കിയത്. റോമക്കാർ ഇവരെ ജൂതന്മാരെ കൊന്നൊടുക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ രക്ഷകൻ വരുമെന്ന് അവരുടെ ഇടയിൽ ഫീൽ ഉണ്ടായി, ഒരു സേവിയർ. ആ സേവിയർ ഞാനാണ് എന്നാണ് ജീസസ് പറഞ്ഞത്. ആ രക്ഷകൻ, നിങ്ങളുടെ രക്ഷകൻ ഞാനാണെന്ന്. പക്ഷേ അവന്മാർ അംഗീകരിച്ചില്ല. ജീസസ് അന്ന് രക്ഷകൻ വരുമെന്ന് ഇപ്പോൾ റെഡ് സീ സ്ക്രോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ
ഈ റവല്യൂഷണറി ആയിട്ടുള്ള ജൂതന്മാർ, റോമനെതിരെ പോരാടിയ ജൂതന്മാർ എഴുതി വെച്ചിട്ടുള്ള ചുരുൾസ് കിട്ടിയിട്ടുണ്ട്. അതിൽ സേവിയർ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ജീസസിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ ജീസസിനെ പറ്റിയും പരാമർശമല്ല. ഒരു സേവിയറിനെ പറ്റി അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ സേവിയറായിട്ട് വരുന്നുണ്ട്. ജീസസ് പറഞ്ഞു ഞാൻ സേവിയർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാണ് ജീസസ് പറഞ്ഞത്. പക്ഷേ ജീസസിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർ ജീസസിനെ ഒറ്റ കൊടുക്കുകയാണ് ചെയ്തത്. പറഞ്ഞു വന്നത് ഈ ജൂതന്മാർ 2000 വർഷം അവരിൽ ഓടിക്കപ്പെട്ട ആളുകളാണ്. മാത്രമല്ല ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് അവർ പീഡിപ്പിക്കപ്പെട്ട ആളുകളാണ്. ഈ പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഭേദപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത് ഈ ടർക്കിയിലെ സുൽത്താന്മാരും ഈജിപ്തിലെ ഇവിടുത്തെ സ്പെയിനിലെ മുസ്ലിം സുൽത്താന്മാരൊക്കെ. അത് ഹിസ്റ്ററിയുടെ വേറൊരു ഭാഗം. പക്ഷേ ആ ഒരു സമയമാകുന്ന സമയത്ത് അവർ ഹിറ്റ്ലറിനെ ഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നു. അവർക്കൊരു ഹോംലാൻഡ് വേണ്ടേ? അപ്പോൾ അവർ ഈ തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കോംപ്രമൈസ് എത്തുന്നു. കോംപ്രമൈസ് എത്തുമ്പോൾ തുർക്കി സുൽത്താൻ അണ്ടർലൈൻ ഈ ഭൂമി. തുർക്കി സുൽത്താനെതിരെയാണ് അന്ന് അറബികൾ പോരാടിക്കൊണ്ടിരുന്നത്. ഈ അങ്ങനെ ആ സമയത്താണ് ഈ ഒരു ബഫർ ഡിക്ലറേഷനും അത് കഴിഞ്ഞിട്ട് UN തീരുമാനമൊക്കെ വരുന്നത്. അങ്ങനെ തീരുമാനം വരുന്ന സമയത്ത് അന്നാ 40 അറബ് അംഗീകരിച്ച വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് അംഗീകരിച്ചില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ ഈ അറബ് സമൂഹത്തെ ഈ തീരാവ്യതയിലേക്ക് നയിച്ചിട്ടുള്ളത് അവരുടെ ഇടയിൽ തന്നെയുള്ള ബോധവും വിവരം ഇല്ലാത്ത ആളുകളും പൊളിറ്റീഷ്യന്മാരുമാണ്. അല്ലെ ബോധവും വിവരം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ രാഷ്ട്രീയം കളിച്ച ആളുകളാണ്. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പം ഏപ്രിൽ 10-ാം തീയതി ഹനിയയുടെ 3 മക്കളെയും 4 പേരമക്കളെയും കൊല്ലപ്പെടുത്തി. അതിനൊന്നും എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾ അത് ഈ പേരമക്കളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഹനിയനെ മാത്രം കൊന്നാൽ ഇസ്രായേലരൊക്കെ ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നമ്മളെ പുതിയ നിയമത്തിലുള്ള ദൈവത്തെ പോലെ സ്നേഹാനിധിയും കാരുണ്യവാനൊന്നുമല്ല. പല്ലിൽ പല്ലും ചോരയ്ക്ക് ചോരയും ചോദിക്കുന്ന യഹോവയാണ് അവരുടെ ദൈവം. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സാങ്ഷൻ ഓൾറെഡി ഉണ്ട്. അവർ ബാക്കിയുള്ളവരെ കാണുന്ന വെള്ളം കോരികളും വെറുകെട്ടുകാരുമായിട്ടാണ്. ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. മറ്റുള്ളവരെന്ത് ചെയ്യണം? നിൻ്റേതല്ലാത്ത ജനം അവർ വെള്ളം കോരികളും വെറുകെട്ടുകാരുമായിട്ട് അവിടെ കഴിഞ്ഞോട്ടെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്നത് വെച്ചിട്ടുണ്ടാവുമല്ലോ പഴയ നിയമത്തിൽ. പുതിയ നിയമം അങ്ങനല്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ലോക മതമായിട്ട് മാറിയത്. അല്ലാതെ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ തോക്കുകൊണ്ട് മാത്രമല്ല. അതിൻ്റെ സന്ദേശം വളരെ പവർഫുള്ളാണ്. അപ്പോൾ ഈ ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി എന്തായിരിക്കും ഹമാസിന്റെ സ്ഥിതി? എന്തായിരിക്കും ലോകമെമ്പാടുമുള്ള സമാധാന പ്രക്രിയയിൽ അതിന്റെ ഹമാസ് ഇനി ഒതുങ്ങും? കാരണം എന്ന് വെച്ചാൽ ഇത് എക്സ്പോസ്ഡ് ആയവർ ഇത്രയും ആളുകൾ ഇസ്രായേൽ വിടാതെ ഇസ്രായേൽ വിടില്ല എന്ന കാര്യം ഉറപ്പാണ്. അവരങ്ങേയറ്റം വരെ അവർ ഇത് നശിപ്പിച്ച് കളയും. അപ്പം അതിന് കാരണക്കാർ ഇവരാന്ന് ഏതാണ്ട് ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാത്രം ഇവരുടെ മക്കളൊക്കെ സൂചിച്ച് പല സ്ഥലത്തും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലും അവിടെ ഇവിടെയൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. ജീവിച്ചില്ല പലരുടെയും മക്കളൊക്കെ. അപ്പോൾ ഇതൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഹമാസ് ഇനി തലപൊക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും.